അപ്പൊ ഈ ചേച്ചി എനിക്ക് സജസ്റ്റ് ചെയ്തു. ഇവിടെ 2-3 തരം ജോലികളുണ്ട്. എന്നുവെച്ചാൽ ഉച്ചയ്ക്ക് കുട്ടികൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങുമ്പോൾ ആ കുട്ടികൾ സ്കൂൾ കോമ്പൗണ്ടിൽ അവരെ നോക്കുക എന്നുള്ളൊരു വർക്കാണ്. കേട്ട വളരെ സിമ്പിൾ വർക്കാണ്, യാർഡ് ഡ്യൂട്ടി എന്ന് പറയാം. പക്ഷെ ഇതൊക്കെ ഭയങ്കര ഫോർമൽ ജോലികളാണോ. നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഒരു ഡെസിഗ്നേറ്റഡ് ജോലിയല്ല. അവർക്ക് പ്രത്യേകിച്ച് കുട്ടികളെ നോക്കാൻ വേണ്ടി ഒരാളെ നിർത്തി എന്ന് പറയുന്നതിനേക്കാളും അത് മാസം ഒരു 100-150 കൊടുത്താൽ മതിനോ, അല്ലെങ്കിൽ ദിവസം ഒരു 100 കൊടുത്താൽ മതിനോ എന്നൊക്കെ പറയുന്ന ജോലി ഇവിടെ നമ്മൾ പേപ്പർ വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ജോലിയാണ്. അപ്പോൾ ഇവിടെ എംപ്ലോയ്മെന്റിന്റെ കാര്യം ഇത്ര ടെൻഷൻ ഇല്ലാത്തതിന്റെ കാരണം ഇവിടെ 1 മണിക്കൂറിന് ജോലിയുണ്ട്, 1.5 മണിക്കൂറിന് ജോലിയുണ്ട്. അപ്പൊ ഉച്ചയ്ക്ക് ആ കുട്ടികൾ പുറത്തിറങ്ങുന്ന 1.5 മണിക്കൂർ കുട്ടികളെ നോക്കണം. കുട്ടികളിപ്പോൾ അവർക്ക് ഫുഡ് നമ്മൾ ഇവിടെ കൊടുക്കുക. അപ്പൊ ആ ഫുഡ് കൊടുക്കുമ്പോൾ ആ ഫുഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുക, അതാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ ജോലി. സ്കൂളുകളിലെ ഏറ്റവും ചെറിയ ജോലി അതാണ്. അപ്പോൾ ഈ ന്യൂണൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ജോലിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ജോലി ചെയ്യുന്നവരുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കഫറ്റീരിയ ഉണ്ട്. കഫറ്റീരിയയിൽ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് അത് പാക്ക് ചെയ്ത് അത് കൗണ്ടറുകളിൽ വെച്ച് അത് കുട്ടികൾക്ക് സപ്ലൈ ചെയ്യണം. അവരുടെ ID നമ്പർ അടിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് നമ്മൾ ഓരോ മീൽ കൊടുക്കും. അപ്പോൾ എലിമെന്ററി സ്കൂളിലാണെങ്കിൽ ഈ ഒരു കിച്ചൺ ഉണ്ടായിരിക്കും. അതെല്ലാ എലിമെന്ററി സ്കൂളിലും കൂടി ഒറ്റ കിച്ചൺ ആയിരിക്കും. ആ കിച്ചണിൽ നിന്ന് ഫ്രോസൺ ഫുഡ്സ് അല്ലെങ്കിൽ ഫ്രഷ് ഫുഡ്സ് അങ്ങനെ 2 തരത്തിലുള്ള ഫുഡ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ പാസ്ത ഒക്കെ ആണെങ്കിൽ അവർ ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യും. പിന്നെ പാറ്റീസ്, ചിക്കൻ പാറ്റീസ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഫ്രോസൺ ഫുഡ് കൊണ്ടുവന്നിട്ട് അവരത് ബോക്സ് ആക്കി സ്കൂളിൽ കൊണ്ടുവന്ന് ഓവനിൽ വെച്ച് ഹീറ്റ് ചെയ്തിട്ട് കൊടുക്കും. ഇങ്ങനെയാണ് സിസ്റ്റം. അപ്പോൾ ഇതിൽ കുക്ക് ഉണ്ടായിരിക്കും. അതുപോലെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രീഷൻ സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. ന്യൂട്രീഷൻ സർവീസസ് 1, ന്യൂട്രീഷൻ സർവീസസ് 2, ന്യൂട്രീഷൻ സർവീസസ് 3 അങ്ങനെ 3-4 പൊസിഷൻസ് അങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ 1, 2, 3 എന്ന് പറയുമ്പോൾ അതൊരു ഹൈറാർക്കിയാണ്. അപ്പോൾ 1-ന് ശമ്പളം കുറവായിരിക്കും, 2-ന് കൂടുതലായിരിക്കും, 3-ന് കൂടുതലായിരിക്കും. എന്നിട്ട് പിന്നെ ഈ കുട്ടികൾക്ക് കൗണ്ടേഴ്സിൽ ഫുഡ് എടുത്തു കൊടുക്കുകയും അതിന്റെ കണക്കും കാര്യങ്ങളും നോക്കുകയും ചെയ്യുന്ന കിച്ചൺ ഓപ്പറേറ്റർ അങ്ങനെ ഒരു ജോലി. അതൊരു 4-4.5 മണിക്കൂർ ജോലിയാണ്. കുറച്ചും കൂടെ ശമ്പളം കൂടുതലാണ്. ഡെയിലി ഒരു $30-34 ഒരു മണിക്കൂറിന് വെച്ച് കിട്ടും. ഡോളർ എന്ന് വെച്ചാൽ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നോക്കിയോ, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആണ് അത്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ചിലവുകളൊന്നുമില്ല. ഇവിടുത്തെ അമേരിക്കയിൽ ഏറ്റവും വലിയ ചിലവ് ഇൻഷുറൻസ് പേയ്മെന്റും വീടിന്റെ റെന്റൽ പേയ്മെന്റുമാണ്. അത് കൊടുക്കാൻ കഴിയാത്തവരാണ് ഇവിടെ ഹോംലെസ് ആയിട്ട് നടക്കാറുള്ളത്. അവർക്ക് കാശുണ്ടാവും, പക്ഷെ മന്ത്ലി റെന്റ് കൊടുക്കാൻ മാത്രമുള്ള കാശുണ്ടാവില്ല. അപ്പൊ അവർ ഹോംലെസ് ആണെങ്കിലും അവർ ചിലപ്പോൾ റിച്ച് ആയിരിക്കും. അത്യാവശ്യം അവർക്ക് അന്നു കഴിയാനുള്ള കാശ് അവരെ